മകയിരം നക്ഷത്രക്കാർക്ക് ആദിത്യന്റെ സഞ്ചാരം അനുകൂല ഭാവങ്ങളിലല്ലാത്തതിനാൽ ദേഹക്ലേശം വരാം. അധികാരികളുടെ പ്രീതി ലഭിക്കാനും സാധ്യത കുറവാണ്. ഇടവമാസം ഒടുവിൽ വരെ വ്യാഴം ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് ഗുണകരമല്ല. രാഹു കേതുമാറ്റം ഭാഗികമായി ഗുണം ചെയ്യും. പണം മുടക്കി ചെയ്യുന്ന ഏർപ്പാടുകൾ ലാഭകരമാവാൻ വൈകിയേക്കും. കടബാധ്യതകൾ വർദ്ധിപ്പിക്കരുത്. വിലപിടിച്ച രേഖകൾ നഷ്ടപ്പെടാൻ ഇടയുണ്ട്. കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധയുണ്ടാവണം. ബന്ധുക്കളുമായി രമ്യത പുലർത്താൻ ശ്രമിക്കും. പുതുവാഹനം വാങ്ങാൻ യോജിച്ച സമയമല്ല. കലാകാരന്മാരെ നല്ല അവസരങ്ങൾ തേടി വരുന്നതാണ്. ഇടവക്കൂറുകാർക്ക് ശനിയുടെ ആനുകൂല്യമുള്ളതിനാൽ തടസ്സങ്ങളെ മറികടക്കും. മിഥുനക്കൂറുകാർക്ക് കണ്ടകശനിക്കാലം തൊഴിൽ മാന്ദ്യത്തിന് കാരണമാകും. തിരുവാതിര നക്ഷത്രക്കാർക്ക് ആദിത്യൻ 12ലും ഗുരു ജന്മത്തിലുമാണ്. ഇരു ഗ്രഹസ്ഥിതികളും ഗുണകരമല്ല. കാര്യസാധ്യത്തിന് നിരന്തര യാത്രകൾ വേണ്ടി വന്നിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സം വരാനിടയുണ്ട്. നല്ല കാര്യങ്ങൾ എന്ന് കരുതുന്നവ പ്രാവർത്തികമാക്കാൻ കിണഞ്ഞു പ്രവർത്തിക്കണം. പരീക്ഷാ വിജയത്തിൽ അനുമോദനങ്ങൾ തുടരപ്പെടുന്നതാണ്. ഉപരിവിദ്യാഭ്യാസത്തിൽ ആശയക്കുഴപ്പം മാറിയേക്കാം. കണ്ടകശനിയാകയാൽ സ്വാശ്രയ ബിസിനസ്സിൽ പുരോഗതി കുറയും. ഇടപാടുകൾ വിജയിക്കാൻ ധാരാളം വിട്ടുവീഴ്ചകൾ വേണ്ടിവരുന്നതാണ്. 2ലെ ചൊവ്വ സംഭാഷണത്താൽ ശത്രുക്കളെ സൃഷ്ടിക്കും. 3ലെ രാഹു കേതുക്കളിൽ നിന്നും നാമമാത്രമായ നേട്ടങ്ങൾ പ്രതീക്ഷിച്ചാൽ മതിയാകും. പ്രണയസാഫല്യം ഉണ്ടാവുന്നതാണ്. ദാമ്പത്യ സൗഖ്യവും അനുഭവപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.